എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടെസ്റ്റിംഗിലെ അനോട്ടേഷൻസ് ആയ @ബിഫോർ സ്യൂട്ട്, @ബിഫോർ ക്ലാസ്, @ആഫ്റ്റർ സ്യൂട്ട്, @ആഫ്റ്റർ ക്ലാസ് എന്നീ അനോട്ടേഷൻസിന്റെ യൂസേജസും ഡിഫറൻസസും ആണ്. നമുക്ക് നേരെ ഡെമോയിലേക്ക് പോകാം. ഞാൻ എക്ലിപ്സ് ID സെലക്ട് ചെയ്യുകയാണ്. ഞാൻ സാമ്പിൾ ടെസ്റ്റ് 2 എന്ന് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ടോട്ടൽ 6 മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മെത്തേഡിന്റെ പേര് ബിഫോർ സ്യൂട്ട് എന്നുള്ളതാണ്. അതിനെ അനോട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തേക്കുന്ന അനോട്ടേഷൻ @ബിഫോർ സ്യൂട്ട് ആണ്. ഈ മെത്തേഡ് ജസ്റ്റ് മെത്തേഡ് നെയിം കൺസോളിൽ പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഞാൻ എഴുതിയിരിക്കുന്ന മെത്തേഡിന്റെ പേര് ബിഫോർ ക്ലാസ് എന്നാണ്. ഇതിനെ അനോട്ടേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന @ബിഫോർ ക്ലാസ് എന്ന അനോട്ടേഷൻ ആണ്. അതിനുശേഷം ഒരു ടെസ്റ്റ് മെത്തേഡ് ഉണ്ട്. മെത്തേഡിന്റെ പേര് ടെസ്റ്റ് 1 എന്നാണ്. അത് മെത്തേഡിന്റെ പേര് കൺസോളിൽ പ്രിന്റ് ചെയ്യും. അതുപോലെ ടെസ്റ്റ് 2 എന്നൊരു മെത്തേഡ് ഉണ്ട്. അത് അനോട്ടേറ്റ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് വെച്ചാണ്. അതും മെത്തേഡിന്റെ പേര് കൺസോളിൽ പ്രിന്റ് ചെയ്യും. പിന്നെയുള്ള മെത്തേഡ് ആഫ്റ്റർ ക്ലാസ് എന്നതാണ്. അതിനെ അനോട്ടേറ്റ് ചെയ്തിരിക്കുന്ന @ആഫ്റ്റർ ക്ലാസ് വെച്ചാണ്. അതിനുശേഷം ഉള്ളത് ആഫ്റ്റർ സ്യൂട്ട് എന്ന മെത്തേഡാണ്. അതിനെ അനോട്ടേറ്റ് ചെയ്തിരിക്കുന്ന ആഫ്റ്റർ സ്യൂട്ട് വെച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഫയൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇതിന്റെ എക്സിക്യൂഷൻ ഫ്ലോ വർക്ക് ചെയ്യും നമുക്ക് നോക്കാം. ആദ്യമേ എക്സിക്യൂട്ട് ആകാൻ പോകുന്നത് ബിഫോർ സ്യൂട്ട് ആണ്. അതിനുശേഷം ബിഫോർ ക്ലാസ് എക്സിക്യൂട്ട് ആവും. അതിനുശേഷം ടെസ്റ്റ് എന്നുള്ള എക്സിക്യൂട്ട് ആവും. അതിനുശേഷം എക്സിക്യൂട്ട് ആകാൻ പോകുന്നത് വീണ്ടും ടെസ്റ്റ് തന്നെയാണ്. അതിനുശേഷം ആഫ്റ്റർ ക്ലാസ് എക്സിക്യൂട്ട് ആവും. അതിനുശേഷം ആഫ്റ്റർ സ്യൂട്ട് എക്സിക്യൂട്ട് ആവും. അതായത് ബിഫോർ സ്യൂട്ടും ബിഫോർ ക്ലാസും ആഫ്റ്റർ സ്യൂട്ടും ആഫ്റ്റർ ക്ലാസും 1 ടൈം ആണ് എക്സിക്യൂട്ട് ആവുള്ളൂ. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG ടെസ്റ്റ്. നമ്മുടെ പ്രതീക്ഷ പോലെ തന്നെ ആദ്യമേ ബിഫോർ സ്യൂട്ട് റൺ ആയി, അതിനുശേഷം ബിഫോർ ക്ലാസ് എക്സിക്യൂട്ട് ആയി, അതിനുശേഷം ടെസ്റ്റ് 1 എക്സിക്യൂട്ട് ആയി, അതിനുശേഷം ടെസ്റ്റ് 2 എക്സിക്യൂട്ട് ആയി, അതിനുശേഷം ആഫ്റ്റർ ക്ലാസ് എക്സിക്യൂട്ട് ആയി, ഏറ്റവും അവസാനം കൺസോളിൽ ഇവിടെയായിട്ടാണ് ആഫ്റ്റർ സ്യൂട്ട് എന്നുള്ളത് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷ പോലെ തന്നെയാണ് ഓർഡർ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ വേറെ 4 അനോട്ടേഷൻസിന്റെ ഡിഫറൻസസ് നോക്കിയിരുന്നു. അത് ഈ ക്ലാസ്സിലാണ് നമ്മൾ നോക്കിയത്. ബിഫോർ ടെസ്റ്റിന്റെ, അതുപോലെ ബിഫോർ മെത്തേഡ്, പിന്നെ ആഫ്റ്റർ ടെസ്റ്റ്, ആഫ്റ്റർ മെത്തേഡ്. അപ്പം നമുക്ക് ഈ 4 മെത്തേഡ്സും കൂടെ ഈ സാമ്പിൾ ടെസ്റ്റ് 2 എന്നുള്ള ക്ലാസ്സിലേക്ക് കോപ്പി ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ ഫ്ലോ എങ്ങനെയാണുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ 2 മെത്തേഡ്സ് കോപ്പി ചെയ്യുവാണ്. അത് ഞാൻ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഈ 2 മെത്തേഡ്സും കൂടെ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം സാമ്പിൾ ടെസ്റ്റ് 2 കൊണ്ട് പേസ്റ്റ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഈ ക്ലാസ് ഫയൽ ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ എല്ലാ അനോട്ടേഷൻസിന്റെയും ഡിഫറൻസസും യൂസേജസും മനസ്സിലാവും. നമുക്ക് ക്ലാസ് ഫയൽ റൺ ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യാം, റൺ ആസ് TestNG ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, കൺസോൾ ഔട്ട്പുട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. ആദ്യമേ ബിഫോർ സ്യൂട്ട് എക്സിക്യൂട്ട് ആയി, അതിനുശേഷം ബിഫോർ ടെസ്റ്റ് എക്സിക്യൂട്ട് ആയി, അതിനുശേഷം ബിഫോർ ക്ലാസ് എക്സിക്യൂട്ട് ആയി, അതിനുശേഷം ബിഫോർ മെത്തേഡ്, അതിനുശേഷം ടെസ്റ്റ് 1, അതിനുശേഷം പിന്നെ എക്സിക്യൂട്ട് ആകുന്ന ആഫ്റ്റർ മെത്തേഡ് ആണ്. അതിനുശേഷം വീണ്ടും ബിഫോർ മെത്തേഡ് ആണ് എക്സിക്യൂട്ട് ആകുന്നത്. അതിനുശേഷം ടെസ്റ്റ് 2 എക്സിക്യൂട്ട് ആവും, അതിനുശേഷം ആഫ്റ്റർ മെത്തേഡ് എക്സിക്യൂട്ട് ആവും, അതിനുശേഷം ആഫ്റ്റർ ക്ലാസ് എക്സിക്യൂട്ട് ആവും, അതിനുശേഷം ആഫ്റ്റർ ടെസ്റ്റ് എക്സിക്യൂട്ട് ആവും, അതിനുശേഷം ആഫ്റ്റർ സ്യൂട്ട് എക്സിക്യൂട്ട് ആവും. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിഫോർ മെത്തേഡ് എന്നുള്ളത് ഓരോ ടെസ്റ്റിന് മുമ്പ് എക്സിക്യൂട്ട് ആവും. അതുപോലെ ആഫ്റ്റർ മെത്തേഡ് എന്നുള്ളത് ഓരോ ടെസ്റ്റ് കഴിഞ്ഞ് എക്സിക്യൂട്ട് ആവും. ഇവിടെ 2 ടെസ്റ്റ് ഉണ്ട് ഈ ക്ലാസ്സിനകത്ത്. അതുകൊണ്ട് 2 തവണ ആഫ്റ്റർ മെത്തേഡ് എക്സിക്യൂട്ട് ആവും, അതുപോലെ ബിഫോർ മെത്തേഡും എക്സിക്യൂട്ട് ആവും. ബാക്കി അനോട്ടേഷൻസ് എല്ലാം 1 ടൈം ആണ് എക്സിക്യൂട്ട് ആവുള്ളൂ. ആദ്യമേ എക്സിക്യൂട്ട് ആകാൻ പോകുന്നത് ബിഫോർ സ്യൂട്ട് ആയിരിക്കും, അതിനുശേഷം ബിഫോർ ടെസ്റ്റ് എക്സിക്യൂട്ട് ആവും, അതിനുശേഷം ബിഫോർ ക്ലാസ് എക്സിക്യൂട്ട് ആവും. അപ്പം ഈ അനോട്ടേഷൻസ് വെച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റ് ആണ്. ഇത് നമ്മൾ ഫ്രെയിം വർക്കിൽ യൂസ് ചെയ്യും. അപ്പോൾ എല്ലാ അനോട്ടേഷൻസിന്റെ യൂസേഴ്സും ഡിഫറൻസും പഠിച്ചിരിക്കുക. ഇതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഇനി ഈ TestNG.xml ഫയൽ യൂസ് ചെയ്താലും എക്സിക്യൂട്ട് ആകുക. TestNG.xml എന്ന ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് മൾട്ടിപ്പിൾ ക്ലാസ്സസിലെ ടെസ്റ്റ് കേസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് TestNG.xml യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ആ TestNG.xml ഫയലിനകത്ത് നമുക്ക് ഏത് ക്ലാസ് ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നമുക്കിവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. ക്ലാസ്സസിന് ഒരു ടാഗ് യൂസ് ചെയ്യുക, അതിനുശേഷം ഏത് ക്ലാസ് ആണോ മെൻഷൻ ചെയ്യേണ്ടത് ആ ക്ലാസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന സാമ്പിൾ ടെസ്റ്റ് എന്നുള്ള ക്ലാസ് റൺ ചെയ്യാനാണ്. സാമ്പിൾ ടെസ്റ്റ് 2 എല്ലാ അനോട്ടേഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്ലാസ് ഇവിടെ മെൻഷൻ ചെയ്യാം. സാമ്പിൾ ടെസ്റ്റ് എന്നുള്ള മാതിരി ഞാൻ സാമ്പിൾ ടെസ്റ്റ് 2 എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ സ്യൂട്ട് എക്സിക്യൂട്ട് ചെയ്യാം. സ്യൂട്ട് റൺ ചെയ്യുമ്പോഴും ഇതേ ഓർഡറിൽ തന്നെയായിരിക്കും പ്രിന്റ് മെസ്സേജസ് കൺസോളിൽ പ്രിന്റ് ചെയ്ത് വരും. നമുക്ക് ഒന്ന് വെരിഫൈ ചെയ്യാം.
ഇത് സ്യൂട്ട് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. സ്യൂട്ട് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ക്ലാസ്സസിലെ ടെസ്റ്റ് കേസ് റൺ ചെയ്യാൻ വേണ്ടിയാണ്. ഞാനിവിടെ ഒരു ക്ലാസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ അനോട്ടേഷൻസിന്റെയും ഡിഫറൻസ് യൂസേഴ്സും കൺസോളിൽ പ്രിന്റ് ചെയ്ത് തരുന്ന ഔട്ട്പുട്ട് വെച്ച് വെരിഫൈ ചെയ്യാൻ പറ്റും. ക്ലാസ് ഫയൽ റൺ ചെയ്തപ്പോൾ വന്ന അതേ ഔട്ട്പുട്ട് തന്നെയായിരിക്കും സ്യൂട്ട് റൺ ചെയ്യുമ്പോഴും വരാൻ പോകും. നമുക്കത് അങ്ങനെ തന്നെയാണോ വരുന്നതെന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG സ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുവാണ്. റൺ ആസ് TestNG സ്യൂട്ട്. ഓക്കെ, ആദ്യമേ ബിഫോർ സ്യൂട്ട്, അതിനുശേഷം ബിഫോർ ടെസ്റ്റ്, അതിനുശേഷം ബിഫോർ ക്ലാസ്, അതിനുശേഷം ബിഫോർ മെത്തേഡ്, അതിനുശേഷം ടെസ്റ്റ് 1, അതിനുശേഷം ആഫ്റ്റർ മെത്തേഡ്, ബിഫോർ മെത്തേഡ്, ടെസ്റ്റ് 2, ആഫ്റ്റർ മെത്തേഡ്, ആഫ്റ്റർ ക്ലാസ്, ആഫ്റ്റർ ടെസ്റ്റ്, ആഫ്റ്റർ സ്യൂട്ട്. ക്ലാസ് ഫയൽ റൺ ചെയ്തപ്പോൾ എങ്ങനെയാണോ കൺസോൾ ഔട്ട്പുട്ട് വന്നത് അതേപോലെ തന്നെ TestNG.xml ഫയൽ റൺ ചെയ്തപ്പോഴും വന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ് ആണ് ഈ അനോട്ടേഷൻസ്. ഈ അനോട്ടേഷൻസിന്റെ യൂസേഴ്സും ഡിഫറൻസും നല്ലപോലെ മനസ്സിലാക്കുക. ഇത് നമ്മൾ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ഇത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ട് തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.